ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 8ാമത്തെ പാഠഭാഗമായ പവർ ടു ദ പീപ്പിൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് മീഡിയമാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ഒരു അധികാരം അല്ലേ? ടു ദ പീപ്പിൾ. അധികാരം ആർക്കാണ്? പീപ്പിളിനാണ്, ജനങ്ങൾക്കാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡെമോക്രസി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എലക്ഷൻ വഴി നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുമെങ്കിലും നമുക്ക് എന്താണ്, അവിടെ ജനങ്ങൾ തന്നെയാണ് അവിടെ ഭരണം നടത്തുന്നത്, അവർക്ക് തന്നെയാണ് പവർ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ പൂക്കോട്ടുമല മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. താഴെ നമുക്ക് പൂക്കോട്ടുമലയിലെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ മോഡലാണ് തന്നിട്ടുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത്, പൂക്കോട്ടുമല ദ 11th വാർഡ് വിൽ ബി ഡിക്ലെയർ എ ഫിലമെൻറ്റ് ഫ്രീ സോൺ ടുഡേ. എന്താണ്? പൂക്കോട്ടുമലയിലെ 11th വാർഡിന് എന്താണ്, ഫിലമെൻറ്റ് രഹിത ഒരു വില്ലേജ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂക്കോട്ടുമല പച്ചത്തുരുത്ത് പ്രൊജക്ട് ടു ബി ഇനോഗ്രേറ്റഡ് ഇൻ ദ 5th വാർഡ് ടുഡേ. എന്താണ്? പൂക്കോട്ടുമലയിലെ 5ാമത്തെ വാർഡിൽ ഒരു പച്ചത്തുരുത്ത് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോളാർ പാർക്സ് ഇൻ ഈച്ച് വാർഡ്. ഓരോ പാർക്കിലും സോളാർ പാർക്കുകൾ കൊണ്ടുവന്നു. പൂക്കോട്ടുമല ദ ഫസ്റ്റ് വാർഡ് വിൽ ബി ഗാർബേജ് ഫ്രീ ദെയർ ആഫ്റ്റർ. പൂക്കോട്ടുമലയിലെ ഫസ്റ്റ് വാർഡ് എന്താണ്, ഒരു മാലിന്യ മുക്തമായിട്ട് മാറിയിട്ടുണ്ട്. ദ എഫേർട്ട് ഓഫ് ദ ജനകീയ സമിതി ഹാസ് reaped the result. പൂക്കോട്ടുമല വിൽ നോട്ട് ബി ആൻ arid വില്ലേജ് എനിമോർ. അഥവാ ജനകീയ സമിതിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് പൂക്കോട്ടുമല ഒരു സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമമായിട്ട് മാറി. അപ്പോൾ ഇവിടെ ഓരോ റിപ്പോർട്ടുകളാണ്, പൂക്കോട്ടുമലയിലെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ ഹെഡ്ലൈൻസ് അബൌട്ട് പൂക്കോട്ടുമല വില്ലേജ്. നമ്മൾ പൂക്കോട്ടുമലയിലെ ഒരുപാട് ഹെഡ്ലൈൻസ് വായിച്ചു അല്ലേ? പൂക്കോട്ടുമല ഇസ് എ വില്ലേജ് ദാറ്റ് അക്കംപ്ലിഷ്ഡ് എ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ്റെ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ആണ് അവിടുത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സെവറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് വാട്ടർ ഷെഡ്സ്, ഗ്രീനറി ഇൻ ഓൾ വാർഡ്സ്, arid free village, ജലസമൃദ്ധി പ്രോജക്റ്റ് ആൻഡ് ഫിലമെൻറ്റ് ഫ്രീ വില്ലേജ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ വേരിയസ് വാർഡ്സ് ഓഫ് പൂക്കോട്ടുമല വിത്ത് അസിസ്റ്റൻറ്റ് ആൻഡ് സപ്പോർട്ട് റെൻഡേർഡ് ബൈ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ പൂക്കോട്ടുമലയിലെ സെവറലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? അവിടെ ഫുഡ് അല്ലേ, സെൽഫ് സഫിഷ്യൻസി ഫുഡ്, വാട്ടർ ഷെഡിലുള്ള ഡെവലപ്മെൻറ്റ്, ഗ്രീനറിയുള്ള എല്ലാ വാർഡിലും, അതുപോലെ തന്നെ അരിഡ് ഫ്രീ വില്ലേജ്, ജലസമൃദ്ധി, ഒരുപാട് പ്രൊജക്റ്റുകളാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് അവിടെ അവിടുത്തെ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. The active participation of the people in Grama Sabha, the planning and timely intervention of officers, and the commitment of the people have contributed to the development of Pookkottumala Panchayat in this way. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ആസൂത്രണവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും മേൽനോട്ടവും ജനങ്ങളുടെ ആ ഒരു പാർട്ടിസിപ്പേഷനും ഒക്കെയാണ് ഇത്തരത്തിൽ പൂക്കോട്ടുമല ഗ്രാമം ഇത്രയും ഇൻ്റർവെൻഷനും കാര്യങ്ങളിലേക്കൊക്കെ വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. What are the factors that have become the driving force behind the developmental progress of പൂക്കോട്ടുമല? ഈ പൂക്കോട്ടുമല ഗ്രാമത്തിൻ്റെ ഇത്തരത്തിലുള്ള വികസനത്തിന് ഏറ്റവും കൂടുതൽ ഫാക്ടർ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അവിടുത്തെ ഗ്രാമസഭകൾ തന്നെയാണ് അല്ലേ? അഥവാ ഗ്രാമസഭകൾ എന്ന് പറയുന്നത് അവിടുത്തെ മെമ്പേഴ്സ്, അവിടുത്തെ പീപ്പിൾസ് തന്നെയാണ്. There are maybe some developmental activities that were planned and executed through ഗ്രാമസഭ ആൻഡ് വാർഡ് സഭ ഇൻ യുവർ റീജിയൻ ആസ് വെൽ. നിങ്ങളുടെ ഗ്രാമസഭയും വാർഡ് സഭയിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലാനിങ്സും എക്സിക്യൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് കൺസ്ട്രക്ഷൻ ഓഫ് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ. പിന്നെ എന്തൊക്കെ കൊടുക്കാം നമുക്ക്? മെയിൻ്റനൻസ് ഓഫ് സ്കൂൾ, ആ ലൊക്കാലിറ്റിയിലുള്ള സ്കൂളിൻ്റെ മെയിൻ്റനൻസ്. കൺസ്ട്രക്ഷൻ ഓഫ് കൾവേർട്ട്, അഥവാ ചെറിയ ചെറിയ പാലങ്ങളുടെയൊക്കെ നിർമ്മാണം. അതുപോലെ തന്നെ സൈഡ് ഡ്രെയിങ് ഓഫ് ഡ്രെയിൻസ്, ചെറിയ നീർച്ചാലുകളൊക്കെ ഉണ്ടാക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഫോർ എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഹൗസും ബാക്കിയുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഗ്രാമസഭകളിലും വാർഡ് സഭകളിലൊക്കെ സഹായത്തോടു കൂടി നടക്കുന്ന കാര്യമാണ്.
ദെൻ വെൻ യു ഗെറ്റ് ടു നോ ഗ്രാമസഭ ആൻഡ് വാർഡ് സഭാസ് ക്ലോസ്ലി. ഇവിടെ നിവിൻ്റെ ഒരു ഫേസ്ബുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. കൂട്ടുകാരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗ്രാമസഭയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഗ്രാമസഭയെയും വാർഡ് സഭയെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നിട്ടുള്ളത്. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ഫ്രം നിവിൻസ് പോസ്റ്റ്. നിവിൻ്റെ പോസ്റ്റിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് റെഫേർഡ് ഇൻ പോസ്റ്റ്. ഈ പോസ്റ്റിൽ എന്താ പറയുന്നത്? എബൌട്ട് ഗ്രാമസഭ, ഗ്രാമസഭയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാട്ട് ആർ ദ ഡിസ്കസ്ഡ് ഇൻ ഗ്രാമസഭ. എന്താണ് ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്യുന്നത്? ദ പ്രോബ്ലം ഫേസ്ഡ് ഓൺ ദെയർ ലൊക്കാലിറ്റി. ആ ലൊക്കാലിറ്റിയിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ്. ഹൂ പ്രിസൈഡ് ഓവർ എ ഗ്രാമസഭ. ആരാണ് ഗ്രാമസഭ പ്രിസൈഡ് ചെയ്യുന്നത്? ആരാണ്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദ സിസ്റ്റം ഇൻ സിറ്റീസ് വിത്ത് ഈക്വൽ ടു ഗ്രാമസഭ. ഗ്രാമസഭയുടെ ഈക്വൽ ആയിട്ട് സിറ്റീസിലുള്ളത് എന്താണ്? വാർഡ് സഭയാണ്. ഓക്കെ, വാർഡ് സഭയാണ് സിറ്റീസിൽ ഉള്ളത്. ഹൂ ഈസ് ദ കൺവീനർ ഓഫ് ദ ഗ്രാമസഭ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആ ഒരു പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ഹാവ് യു സീൻ ദ നോട്ടീസ് ആൻഡ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ മേലെ നമുക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ട്, ഒരു പിക്ചറും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദീസ് ആർ ദ പിക്ചേഴ്സ് ഓഫ് ദ ഗ്രാമസഭ ആൻഡ് ദ നോട്ടീസ് ഫോർ കൺവീനിയൻറ്റ് ഇച്ച്. ഇതെന്താണ്? ഗ്രാമസഭയുടെ ഒരു പിക്ചറാണ്. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് വാട്ട് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ദ ഗ്രാമസഭ ഫ്രം ദ നോട്ടീസ്. ആ നോട്ടീസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് എന്തൊക്കെയാണ് ഗ്രാമസഭയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, റീജിയണൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ ഡിസ്കഷനും പ്ലാനിങ്ങും, അതിൻ്റെ റീജിയണൽ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷന്, അതിൻ്റെ പ്ലാനിങ്ങും ഒക്കെ നടത്താറുണ്ട്. പിന്നെന്താണ്? ഹോണറിങ് ദ ടാലൻറ്റഡ് പേഴ്സൺ ഹൂ ഹാവ് സെക്യൂർഡ് അച്ചീവ്മെൻറ്റ് ഇൻ വേരിയസ് ഫീൽഡ്. ഒരുപാട് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെയൊക്കെ ഹോണർ ചെയ്യാൻ, ആദരിക്കൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഡിസ്കഷൻ അബൌട്ട് വേരിയസ് സ്കീം ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീമുകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കഷൻസ് നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമസഭകളിലൊക്കെ നടക്കുന്നതാണ്. അത് നോട്ടീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കൺസോളിഡേറ്റഡ് ദ ഫാക്ട് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഓൺ ദ ഫങ്ഷനിങ് ഓഫ് ഗ്രാമസഭ ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഗ്രാമസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ നോട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഡിസ്കസ് ചെയ്യുന്നതിൽ പറയാം. നെക്സ്റ്റ്, ലെസ് കൺവീൻ എ ക്ലാസ് സഭ. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഒരു ക്ലാസ് സഭ ചേരാനാണ് പറഞ്ഞിട്ടുള്ളത്. Shall we organize a model class sabha? Imagine your school as ഗ്രാമപഞ്ചായത്ത് ആൻഡ് യുവർ ക്ലാസ് ആസ് എ വാർഡ്. അപ്പോൾ നിങ്ങൾ എന്തെടുത്താണ്? നിങ്ങളുടെ അടുത്ത് ക്ലാസ് സഭ, നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്, നിങ്ങളുടെ ക്ലാസ് ഒരു വാർഡാണെന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ക്ലാസ് സഭ കൂടുക. ലെറ്റ് ദ ക്ലാസ് ലീഡർ ബി ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ വാർഡ്. അപ്പോൾ ആ ഒരു വാർഡിലെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് ലീഡറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us പ്രിപ്പയർ എ നോട്ടീസ് ടു ഇൻവൈറ്റ് മെമ്പേഴ്സ് ഫോർ ദ ക്ലാസ് സഭ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് സഭയിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഉണ്ടാക്കണം. വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ദാറ്റ് യു ബി പബ്ലിഷ്ഡ് ഇൻ ദ നോട്ടീസ്. അപ്പോൾ നോട്ടീസിൽ എന്തൊക്കെയാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ള മേലെ കൊടുത്തിട്ടുള്ള നോട്ടീസ് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വിച്ച് ആർ ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ് സഭ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് സഭയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം? ദ ചേഞ്ചസ് ഫോർ മേക്കിംഗ് ദ ക്ലാസ് മോർ ചൈൽഡ് ഫ്രണ്ട്ലി. വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം എങ്ങനെ ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റീസ് ഫോർ ദ ക്ലീൻനെസ് ഓഫ് ദ സ്കൂൾ പ്രിമിസൈസ്. സ്കൂളിലെ ക്ലീൻനെസ് അഥവാ വിദ്യാലയം ശുചിത്വമാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ബേസ്ഡ് ആക്ടിവിറ്റീസ് ചെയ്യാം. അച്ചടക്കം എങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വളർത്താനുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. അതുപോലെ ഇൻകൾക്കേറ്റിംഗ് വാല്യൂസ് ഒക്കെ കൊണ്ടുവരാനുള്ളതും ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പ്രിപ്പയർ എ നോട്ടീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ ആൻഡ് ഓർഗനൈസ് ദ ക്ലാസ് സഭ. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു നോട്ടീസ് ഉണ്ടാക്കിയിട്ട് ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് ക്ലാസ് സഭ കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വെൻ വില്ലേജസ് ബിക്കം ദ ഫൗണ്ടേഷൻ. എന്താണ്? ഗ്രാമങ്ങളാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്കിത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഗാന്ധിജീസ് ഡ്രീം. ഗാന്ധിജിയുടെ സ്വപ്നത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മൈ ഐഡിയ ഓഫ് വില്ലേജ് സ്വരാജ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് റിപ്പബ്ലിക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ് ഫോർ ഇറ്റ്സ് ഓൺ വൈറ്റൽ വാണ്ട്സ് ആൻഡ് യെറ്റ്
interdependent for many others in which dependence is a necessity. Thus, every villager's first concern will be to grow its own food crops and cotton for its cloth. It should have a reserve for cattle, recreation and a playground for adults and children. Then, if there is more land available, it will grow useful money crops. അപ്പോൾ എന്താണ് ഗാന്ധിജി ഇവിടെ പറയുന്നത്? എൻ്റെ സങ്കല്പത്തിലുള്ള, എൻ്റെ ഐഡിയയിലുള്ള ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഗ്രാമസ്വരാജ്യം എന്ന മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരെ പരസ്പരം സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള റിപ്പബ്ലിക്കാണ് എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമം. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താൽപ്പര്യം ഭക്ഷ്യവിളകളും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലം, പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ എന്താണ്, അവിടെ പണം സമ്പാദിക്കാനുള്ള തരത്തിൽ ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാനുള്ള കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇതാണ് ഗാന്ധിജിയുടെ ഡ്രീം. ഫൈൻഡ് ഔട്ട് ദ വിഷൻ ഓഫ് ഗാന്ധിജി കൺസേണിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജ്. എന്തൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ ഈ ഒരു കൺസേൺസ്? എന്തൊക്കെയാണ്? അറ്റൈനിങ് സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദ വില്ലേജ്. ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത്. അതുപോലെ തന്നെ മേക്ക് വില്ലേജസ് കംപ്ലീറ്റ് റിപ്പബ്ലിക്. എന്താണ്? വില്ലേജുകളെ സമ്പൂർണ്ണമായിട്ട് റിപ്പബ്ലിക്കാക്കി മാറ്റുക. എൻഗേജ് ഇൻ മ്യൂച്വൽ എയ്ഡ് വിത്ത് അതേഴ്സ് വെൻ റിലയൻസ് ഈസ് നീഡഡ്. ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക. അതുപോലെ തന്നെ ദ മെയിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ വില്ലേജ് ഷുഡ് ബി ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് ദ ഫുഡ് ക്രോപ്പ് ആൻഡ് കോട്ടൺ ഫോർ ക്ലോത്ത്. അഥവാ കോട്ടനും ഭക്ഷ്യവിളകളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതുമായിരുന്നു ഗാന്ധിജിയുടെ മറ്റൊരു കൺസേൺ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. Gandhijis believed that the soul of India lies in the village and that the country can make progress only through the development of the village. ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് എന്താണ്? ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് വില്ലേജുകളിലാണ്. അതുമാത്രമല്ല, അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അത് ആദ്യം കൊണ്ടുവരേണ്ടത് വില്ലേജുകളിൽ നിന്നാണ്. വില്ലേജസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ്. എന്താണ്? വില്ലേജുകളാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സിൻ്റെ ആദ്യമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ദെയർഫോർ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഇൻക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ദ പവർ ഓഫ് ദ പഞ്ചായത്ത്. അതോ പഞ്ചായത്തുകളുടെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വെൽഫെയർ അല്ലെങ്കിൽ ഒരു ഉന്നതി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഗാന്ധിജി കൺസിഡേർഡ് ഗ്രാമ സ്വരാജ് ആസ് സെൽഫ് ഗവർണിംഗ് ബോഡി. ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഗവൺമെൻറ് ബോഡി ആയിട്ടാണ് ഗാന്ധിജി കൺസിഡർ ചെയ്തിരുന്നത്. Decentralization of power is the means to realize the concept of Grama Swaraj as invented by Gandhiji. അഥവാ ഈ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പഞ്ചായത്ത് വ്യവസ്ഥ കൊണ്ടുവന്നത് ഗാന്ധിജിയുടെ ഒരു ഗ്രാമസ്വരാജ് എന്നുള്ള ആശയത്തിൽ നിന്ന് തന്നെയായിരുന്നു. ദ കൺസെപ്റ്റ് ഓഫ് ഗ്രാമസ്വരാജ് ഗെറ്റ് എ മെറ്റീരിയലൈസ്ഡ് വെൻ പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ് ടു ദ പീപ്പിൾ. അപ്പോൾ എന്താണ്? ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് അധികാരം ഒരു ഡീസെൻട്രലൈസ്ഡ് ആവുകയും സ്വരാജ് എന്ന സങ്കല്പം കൂടുതൽ പര്യാപ്തം അല്ലെങ്കിൽ പൂർണ്ണമാവുകയും ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്രാമങ്ങളിൽ ഒന്നും നടക്കില്ല. അവർ ജസ്റ്റ് വോട്ട് ചെയ്യുക മാത്രം ചെയ്യുള്ളൂ. ബാക്കി എല്ലാ അധികാരങ്ങളും ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും മാത്രമായിട്ട് മടങ്ങും. അപ്പോൾ അതല്ലാതെ അവിടെ എന്താണ്? അധികാരം എന്ന് പറയുന്നത് താഴെ തട്ടിലുള്ളവർക്കും കൂടെ കിട്ടുന്ന തരത്തിലാവണമെങ്കിൽ ഈ ഒരു ഗ്രാമസഭയും വാർഡ് സഭയും ഒക്കെ വേണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. വെൻ പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ്. എന്താണ്? അധികാരം ഡീസെൻട്രലൈസ്ഡ് ആവുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇൻ്റർവെൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി. എന്താണ്? ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും പാലപണി വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു. സ്പെഷ്യൽ കമ്മിറ്റി ഇൻ ഗ്രാമസഭ ടു ഐഡൻറ്റിഫൈ ദ ഡിസർവിംഗ് സ്വപ്ന ഭവനം പ്രോജക്റ്റ് ബിക്കംസ് റിയാലിറ്റി. അഥവാ അർഹരായ ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ഗ്രാമസഭയിലെ പ്രത്യേക സമിതി സ്വപ്നഭവനം എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് ചെയ്തത്. ദ വാർഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ബിക്കംസ് ആക്റ്റീവ്, ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ഫോർ ഓൾ. എന്താണ്? വാർഡ് വികസന സമിതി സജീവമായി എല്ലാവർക്കും കുടിവെള്ളം കിട്ടി. അതുപോലെ തന്നെ ഫാമേഴ്സ് കളക്റ്റീവ് അലൈവ്, റാപ്പിംഗ് മെഷീൻ സെറ്റ് ഫോർ ദ ഫീൽഡ്. കർഷകരുടെ കൂട്ടായ്മ ഉണർന്നു, കൊയ്ത്തു യന്ത്രങ്ങളൊക്കെ പാടത്തേക്ക് വരുന്നു.
പീപ്പിൾ ടേക്ക് എ ഇനീഷ്യേറ്റീവ് ഷെയ്ഡ് ബ്ലൂംസ് ഓൺ ദ റോഡ് സൈഡ്. ജനങ്ങൾ മുൻകൈ എടുത്തു, പാതയോരങ്ങളിൽ തണൽ മരങ്ങളൊക്കെ വന്നു. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസിങ്, വില്ലേജ് റോഡ് സെറ്റ് ഫോർ സർവീസ്. ജനപങ്കാളിത്തമേറി ഗ്രാമത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമായി. അപ്പോൾ ഇവിടെ കുറച്ച് ഹെഡ്ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ഹോപ്പ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ഫ്രം ദ കൊളേജ് given above and regional development project that attained success through public participation. നിങ്ങൾക്ക് മുകളിലുള്ള ആ ഒരു കൊളാഷിൽ നിന്നും മനസ്സിലായി എന്താണ്, റീജിയണൽ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, പബ്ലിക്കിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടെ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഡെമോക്രസി ബിക്കംസ് മീനിങ് ഫുൾ വെൻ പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ് ടു ഓൾ പീപ്പിൾ ആൻഡ് നോട്ട് സിംപ്ലി വെസ്റ്റഡ് വിത്ത് സം. എന്താണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് ചിലരിൽ മാത്രം ഒരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഭവമല്ല, പകരം ജനങ്ങളിലേക്കും അത് അധികാരം കൊണ്ടുവരുമ്പോഴാണ് അവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുള്ളായിട്ട് മാറുന്നത്. ദസ് ഇൻ എ പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദ ട്രാൻസ്ഫർ ഓഫ് പവർ ലീഗലി ടു ദ പീപ്പിൾ ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം ഈസ് കോൾഡ് ഡീസെൻട്രലൈസ്ഡ് ഓഫ് പവർ. അപ്പോൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും അധികാരം ജനങ്ങൾക്ക് നിയമപരമായി കൈവരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്നത് വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അത് വരില്ല എന്ന് അർത്ഥം. പിന്നെ നമുക്ക് സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്നുള്ളതാണ് നോക്കാനുള്ളത്. ദ പവർ ടു ടേക്ക് ഡിസിഷൻ ആൻഡ് എക്സിക്യൂട്ട് ദം ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഈസ് centered on some people is called centralization of power. എന്താണ് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് ഭരണകാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള അധികാരം ചിലരിൽ മാത്രം ചില സമയത്ത് എന്താണ് സെൻട്രലൈസ് ആവാറുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഹിയർ ദ കോമൺ പീപ്പിൾ കമ്പാരിറ്റീവ്ലി ഡു നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം എന്താണ്, ചില സ്ഥലങ്ങളിൽ ഭരണകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഒന്നും ജനങ്ങൾക്ക് യാതൊരു അധികാരം, കോമൺ പീപ്പിളിന് അധികാരം ഉണ്ടാവാറില്ല. അത്തരത്തിലുള്ളതാണ് സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്നതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. എന്താണ് റീജിയണൽ ഡെവലപ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് എ പ്രിയോറിറ്റൈസ്ഡ്, അഥവാ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ വുമൺ ആൻഡ് ദ മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസസ്. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട നേതൃശേഷിക്കും ഭരണപരിചയം കൈമാറുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലോക്കൽ എക്കണോമി, ലോക്കൽ എക്കണോമിയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹാവ് യു നോട്ടീസ്ഡ് ദ കൺസെപ്റ്റ് മാപ്പ് ഗിവൺ എബവ്, മേലെ കൊടുത്തിട്ടുള്ളതിലെ കൺസെപ്റ്റ് മാപ്പ് നമുക്ക് കിട്ടി. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് മനസ്സിലായി. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. ഇത് വെച്ചുകൊണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു പാരഗ്രാഫായിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഡീസെൻട്രലൈസേഷൻ ഓവർ ദ ഇയേഴ്സ്. ഈ ഒരു ഡീസെൻട്രലൈസേഷൻ വന്നത് എന്താണ്, പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതെന്നല്ല, കുറേ കാലങ്ങൾ എടുത്തുകൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പഞ്ചായത്ത് വാസ് എ റൂറൽ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഹാഡ് എക്സിസ്റ്റഡ് ഇൻ അവർ കൺട്രി സിൻസ് ആൻഷ്യൻ ടൈം. ആൻഷ്യൻ ടൈം മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് എന്താണ് ഇത്തരത്തിലുള്ള ഗ്രാമീണ ഭരണ വ്യവസ്ഥ നിലനിന്നിരുന്നു. ദേ വേർ ദ ഫോക്കൽ പോയിൻറ്റ്സ് ഓഫ് റൂറൽ ലൈഫ്. ഇതെന്താണ്, റൂറൽ ഗ്രാമജീവിതത്തിലെ സ്ഥിരാകേന്ദ്രം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയായിരുന്നു. ദ വേർഡ് പഞ്ചായത്ത് വാസ് ഫോംഡ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് പഞ്ച. പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നാണ്. ആൻഡ് ആയത്ത് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്. അപ്പോൾ ഈ രണ്ട് സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് പഞ്ചായത്ത് എന്നുള്ളത് വന്നിട്ടുള്ളത്. വിത്ത് ദ ഡോമിനൻസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ ദ പഞ്ചായത്ത് സിസ്റ്റം ബിക്കെയിം വീക്കൻഡ്. എന്താണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഹവർ ഇറ്റ് വാസ് ദ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് റിബൺ ഇൻ 1882 ദാറ്റ് റിവൈവ്ഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം. വെൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് in 1935, the local self-government bodies were given more power and they were restructured.
അപ്പോൾ എന്താണ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോർഡ് റിബന്റെ 1882 അവർ സെൽഫ് ലോക്കൽ ഗവൺമെൻറ് സിസ്റ്റം കൊണ്ടുവന്നു. അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലും പറയുന്നത് ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൻ്റെ പവറിനെ കുറിച്ചിട്ട് അതൊന്നും കൂടെ കൂടുതൽ പവറോട് കൂടിയിട്ട് റീസ്ട്രക്ചർ ചെയ്ത് വരികയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഡീസെൻട്രലൈസേഷൻ എന്ന രീതിയിലേക്ക് വന്നത്. ഇനി ഡീസെൻട്രലൈസേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? The formation of Panchayat is referred to in Article 40 as part of the directive principle of the Constitution of India. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ആർട്ടിക്കിൾ 14 ഈ ഒരു പഞ്ചായത്ത് സിസ്റ്റത്തിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ട് പറയുന്നത്. However, the absence of the strong local administrative system adversely affected rural development in India. അപ്പോൾ ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണെന്ന് അതിൽ പറയുന്നുണ്ട്. Several committees were constituted to revolve this and strengthen the local self-government system. അപ്പോൾ എന്താണ്, ഇത്തരത്തിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആ ഒരു ഗവൺമെൻറ്റിനെ, ലോക്കൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ വരാൻ വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ദ പ്രോമിനൻറ്റ് എമംഗ് ദം ആർ ദ കമ്മിറ്റീസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബൽവറായ് മേത്ത ആൻഡ് അശോക് മേത്ത. അശോക് മേത്തയുടെയും അതുപോലെ തന്നെ ബൽവന്തറായ് മേത്തയുടെയും അധ്യക്ഷതയിലായിരുന്നു ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ റെക്കമെൻഡേഷൻസ് ഓഫ് ബൽവന്തറായ് മേത്ത കമ്മിറ്റി 1957, 1957 ബൽവന്തറായ് മേത്തയുടെ ഈ ഒരു കമ്മിറ്റി വന്നിട്ടുള്ളത്. അതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ 3-tier പഞ്ചായത്ത് സിസ്റ്റമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പരിഷത്ത്. ഇതായിരുന്നു ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ പവർ ഓഫ് ദ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ടു ബി ഗിവൻ ടു പഞ്ചായത്ത് കമ്മിറ്റീസ് ആൻഡ് സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത്. അഥവാ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനുമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റെക്കമെൻഡേഷൻ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഡിസ്ട്രിക്ട് പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് കമ്മിറ്റി. ഇതിലേക്ക് എന്താണ്, ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്കും ഡിസ്ട്രിക്ട് പരിഷത്തിലേക്കും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷനും കൂടെ വേണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ദ റെക്കമെൻഡേഷൻസ് ഓഫ് അശോക് മേത്ത കമ്മിറ്റി 1978. ഓക്കെ, ഇതിലെന്താണ് 2-tier സിസ്റ്റമാണ് കൊണ്ടുവന്നത്. ഒന്ന് മണ്ഡൽ പഞ്ചായത്തും മറ്റൊന്ന് ഡിസ്ട്രിക്ട് പരിഷത്തും. ആ ഒരു 2-tier സിസ്റ്റമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ഡിസ്ട്രിക്ട് പരിഷത്ത് ഷോൾ ഹാവ് ദ ചാർജ് ഓവർ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. മണ്ഡൽ പഞ്ചായത്ത് ആർ ഇൻ ചാർജ് ഓഫ് ദ വില്ലേജസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഡിസ്ട്രിക്ട് പരിഷത്തിന് ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാനിങ്ങുകളും അതുപോലെ തന്നെ മണ്ഡൽ പഞ്ചായത്തിന് ഈ വില്ലേജുകളുടെ ചാർജുമായിരുന്നു ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ്, അവിടെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഒരു ഭരണഘടനാ സാധുത ഉണ്ടായിരുന്നു, ഒരു വാലിഡിറ്റി ഉണ്ടായിരുന്നു. റിസർവേഷൻ ഫോർ സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്. അവിടെ സാമ്പത്തികമായിട്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കുമൊക്കെ റിസർവേഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ 2 കമ്മിറ്റികളുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. Conduct a panel discussion including more details about the 2 committees given above. മേലെ കൊടുത്തിട്ടുള്ള ഈ കമ്മിറ്റികളെ കുറിച്ചിട്ട് കൂടുതൽ ഡിസ്കഷന് നിങ്ങളുടെ അടുത്ത് ഒരു പാനൽ ഡിസ്കഷൻ നടത്താനാണ് ക്ലാസ്സിൽ പറയുന്നത്. Then its beginning. എന്താണ് ഇതിൻ്റെ ബിഗിനിങ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. The Panchayat Raj system came into existence first in Rajasthan as per recommendations of the Balwantrai Mehta Committee. അപ്പോൾ ബൽവന്തറായ് മെഹ്ത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ആദ്യം ഇത് നടപ്പാക്കിയത് രാജസ്ഥാനിലായിരുന്നു. ഓക്കെ, ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആദ്യം കൊണ്ടുവന്നത് രാജസ്ഥാനിലായിരുന്നു. പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇനാഗ്രേറ്റഡ് ദ പ്രോജക്റ്റ് ഇൻ നാഗ്പൂർ ഡിസ്ട്രിക്ട് ഇൻ രാജസ്ഥാൻ ഓൺ October 2, 1959. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗ്പൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് വെസ്റ്റ് ബംഗാൾ ദ സെയിം ഇയർ. ആ വർഷം തന്നെ ഇത് എവിടെയൊക്കെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലൊക്കെ നിലവിൽ വന്നിരുന്നു.
അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ഡിലേ ഇൻ എക്സിക്യൂട്ടിംഗ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് വേരിയസ് കമ്മിറ്റീസ് റിഗാർഡിംഗ് ദ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ത്രൂഔട്ട് ദ കൺട്രി became an obstacle to the strengthening of local self-government bodies and formation of a uniform structure there. എന്താണ് അപ്പോൾ ഈ ഒരു ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ റെക്കമെൻഡേഷൻസ് വരികയും രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കുന്നതിന് അതിനെന്താണ് കാലതാമസം നേരിടേണ്ടി വരികയും ചെയ്തു. അപ്പോഴാണ് ഈ ലോക്കൽ സെൽഫ് കമ്മിറ്റികളുടെ ശാക്തീകരണത്തിനും ഒരു ഏകീകൃത ഘടനയും തടസ്സമായി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, അതിൽ ഒരു ഭരണഘടനാ സാധുത, ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഗോട്ട് മോർ പവേഴ്സ് വിത്ത് 73rd and 74th അമെൻമെൻറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1992. 1992 ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ 73, 74 അമെൻമെൻറ്റോട് കൂടിയിട്ട് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് കൂടുതൽ പവേഴ്സ് കിട്ടുകയാണ് ചെയ്യുന്നത്. ദ പഞ്ചായത്ത് രാജ് ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ 73rd amendment, whereas the Nagarpalika Act was introduced in the 74th amendment. അപ്പോൾ ഇതിന് ശേഷം പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന അതും ആ ഒരു ആക്റ്റും 73ാം അമെൻമെൻറ്റ് പ്രകാരവും നഗരപാലിക ആക്ട് 74ാം അമെൻമെൻറ്റ് പ്രകാരവും നിലവിൽ വന്നു. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനുള്ള അമെൻമെൻറ്റാണ് 73rd. ഫോർമേഷൻ ഓഫ് ഗ്രാമസഭയുടെ ഫോർമേഷൻ. ടെൻഡർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years ആയിരുന്നു ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. റിസർവേഷൻ ഫോർ ദ സ്കെഡ്യൂൾഡ് ക്ലാസ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബിനും കാസ്റ്റിനുമൊക്കെ റിസർവേഷൻ ഉണ്ടായിരുന്നു. റിസർവേഷൻ ഫോർ വുമൻസിനും റിസർവേഷൻ ഉണ്ടായിരുന്നു. ദ ഇലക്ഷൻ ചാർജ് വാസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇതിൻ്റെ ചാർജ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നു. ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ എ 5 year. എന്താണ് 5 വർഷത്തിൽ ഒരിക്കൽ ഒരു ഫിനാൻസ് കമ്മീഷനും ഉണ്ടായിരുന്നു. 3-tier പഞ്ചായത്ത് സിസ്റ്റമാണുള്ളത്. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഇതാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നഗരപാലിക സിസ്റ്റമാണ്. അത് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ്. അവിടെ എന്താണ് ഫോർമേഷൻ ഓഫ് വാർഡ് സഭയാണ്. ടെൻഡർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years തന്നെയാണ്. റിസർവേഷൻ ഫോർ ദ സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്. റിസർവേഷൻ ഫോർ വുമൺ. ദ ഇലക്ഷൻ ചാർജ് വാസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഫൈനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years. 2 types ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. ഒന്ന് നഗർ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ഇൻ കേരള. ഓക്കെ, കേരളത്തിൽ അത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. Then conduct a quiz in the class based on the 73rd and 74th amendment of the constitution. അപ്പോൾ എന്താണ് ഈ 73, 74 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് ക്ലാസ്സിൽ ഒരു ക്വിസ് സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. In which name is the rural administrative decentralization system known as in India? ഇന്ത്യയിലെ ഗ്രാമീണ അധികാര കേന്ദ്രീകരണ സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം? എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ്? ഇനി നമുക്ക് എന്ത് കൊടുക്കാം? വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ നഗരപാലിക സിസ്റ്റം? മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഗവർണിംഗ് ബോഡീസ് ഓഫ് ദ ലോക്കൽ ബോഡീസ്? അതുപോലെ തന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് that introduced നഗരപാലിക സിസ്റ്റം ഇൻ ഇന്ത്യ when? ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ list and recommendation of the Balwantrai Mehta Committee and Ashok Mehta Committee that were included in the 73rd, 74th Amendment of the Constitution. നമ്മൾ നേരത്തെ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബൽവന്തറായ് മെഹ്ത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും അശോക് മെഹ്ത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും. അതിൽ സെയിം റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണ് 73rd, 74th അമെൻമെൻറ്റിൽ വന്നിട്ടുള്ളത്? ഒന്ന്, ദ 3-tier പഞ്ചായത്ത് സിസ്റ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവേഷൻ ഓഫ് സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. ഈ 3 പോയിന്റും എലക്ഷൻ, ഈ 4 പോയിന്റാണ് വന്നിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. ഒന്ന്, ദ 3-tier പഞ്ചായത്ത് സിസ്റ്റം, റിസർവേഷൻ ഫോർ സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, എലക്ഷൻ. ഓക്കെ, ഇത്രയുമാണ് വന്നിട്ടുള്ളത്.
നെക്സ്റ്റ് വൺ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള. കേരളത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ കീഴിൽ ആദ്യം ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അതിന് താഴെ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് താഴെ ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെയാണ് വരുന്നത്. ഇനി നഗരപാലിക സിസ്റ്റം എന്ന് പറയുന്നതിൽ ഒന്നുകിൽ മുനിസിപ്പൽ കൗൺസിലും അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. ദെൻ ഫൈൻഡ് ഔട്ട് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ നിങ്ങളുടെ ഗവൺമെൻറ് സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരുകൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ എഴുതാനാണ് പറയുന്നത്. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, വാർഡ് മെമ്പർ ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്, പ്രസിഡന്റ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പ്രസിഡന്റ് ഓഫ് ദ ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, പ്രസിഡന്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കൗൺസിലർ ഓഫ് ദ മുനിസിപ്പാലിറ്റി, ചെയർപേഴ്സൺ ഓഫ് ദ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കൗൺസിലർ ഓഫ് ദ കോർപ്പറേഷൻ, മേയർ. ഇത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് എഴുതുകയാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ പീപ്പിൾസ് പ്ലാനിങ്, ജനകീയ ആസൂത്രണം ഇൻ കേരള. എങ്ങനെയാണ് കേരളത്തിൽ ഒരു ജനകീയ ആസൂത്രണം പ്ലാൻ ചെയ്യുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കുന്നത്, എത്രയൊക്കെയാണ് ഓരോ ആളുകൾക്കും റിസർവേഷൻ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അത് കൂട്ടുകാരൊന്ന് വായിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വേരിയസ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ലുക്ക് അറ്റ് ദ ബോർഡ് ദാറ്റ് ഹാസ് ബീൻ ഡിസ്പ്ലേഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുൻപിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് തന്നിട്ടുള്ളത്. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഫ്രം ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് തരുന്ന സർവീസുകളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഏതൊക്കെയാണെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഏതൊക്കെയാണ്? രജിസ്റ്റർ ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് എന്നുള്ളത്, കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി സ്കൂൾസ്, മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സാങ്ഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കൺസർവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ്, ഗാർബേജ് ട്രീറ്റ്മെൻറ്റ്, ഗ്രാൻഡിംഗ് ലൈസൻസ് ടു ഡൊമസ്റ്റിക് ഡോഗ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നമുക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റീസ്. ദെൻ വിച്ച് ആർ ദ സർവീസസ് ദാറ്റ് യുവർ ഫാമിലി അവൈൽഡ് ഫ്രം ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിസ്കസ്. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തൊക്കെ സർവീസുകളാണ് ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തരുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ഇൻ്റർവ്യൂ ദ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ഇൻ യുവർ ഏരിയ ടു നോ മോർ അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിൽ ഒരു റെപ്രസെൻറ്റേറ്റീവുമായി നടത്താനുള്ള കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. ഇവിടെ എന്താണ് നമ്മുടെ ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എന്തൊക്കെയാണ് ഇൻകം വരുന്നത് എന്നതിനെ കുറിച്ചിട്ട് മിഴിയും മുത്തശ്ശിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് പഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഗ്രാൻഡ്മ പറയാണ് ഇതൊക്കെ നീ എങ്ങനെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പം മിഴി പറയാണ്, എന്താ പറയുന്നത്, പ്രിവെൻറ്റിങ് ദ സ്പ്രെഡ് ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ സ്പ്രെഡ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സിനൊക്കെ കൺസർവ് ചെയ്യുക, രജിസ്ട്രേഷൻ, ബർത്തിൻ്റെയും ഡെത്തിൻ്റെയും ഒക്കെ രജിസ്ട്രേഷൻ, ഇതൊക്കെ ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ പഞ്ചായത്തിലാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിന് ഇതിനൊക്കെ എന്താണ്, എവിടെ നിന്നാണ് പൈസ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ്മ പറയാണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പഞ്ചായത്തിന് ഒരുപാട് ഇൻകം വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ദർ ആർ ഫണ്ട്സ് ആൻഡ് ഗ്രാൻഡ്സ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളുമുണ്ട്. അതുപോലെ തന്നെ അതുകൂടാതെ ബിൽഡിംഗ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്തിന് ഒരുപാട് റവന്യൂ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ മിഴി പറയാണ്, എന്താണ്, കഴിഞ്ഞ ദിവസം അച്ഛൻ എന്ത് അടച്ചിട്ടുണ്ട്, പെർമിറ്റ് അടച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ റവന്യൂ ഒക്കെ പഞ്ചായത്തിനാണോ കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ്മ പറയാണ്, അതേ അത്തരത്തിലുള്ളതൊക്കെ പഞ്ചായത്തിനാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അത് ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കും. ദെൻ കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റവന്യൂ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഫ്രം ദ കൺസർവേഷൻ ഗിവൺ ബിലോ. എന്താണ് മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ ഗിവൺ ബിലോ. ഓക്കെ, ആ കോൺവെർസേഷനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുന്നത് ഏതൊക്കെ വഴിയിലൂടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് വേരിയസ് ടൈപ്പ് ഓഫ് ടാക്സസിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്
ഫണ്ട്സ് ഗ്രാൻസ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഫണ്ടിലൂടെ വരുന്നുണ്ട്. ദെൻ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ഓക്കെ, ബർത്തിൻ്റെയും ഡെത്തിൻ്റെയും രജിസ്ട്രേഷനിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടുന്നത് എന്ന് പറയാം. ഇനി ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ്, എന്തൊക്കെയാണ് ഇതിൽ ചലഞ്ചസുകൾ എന്ന് പറയുന്നുണ്ട്. ദ കേരള ഹാഡ് മെയ്ഡ് സെവറൽ അച്ചീവ്മെൻറ്റ് ത്രൂ ദ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഇൻക്ലൂഡിംഗ് പീപ്പിൾസ് പ്ലാനിങ്. മെനി ചലഞ്ചസ് ആർ ഓൾസോ ദർ. എന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഡീസെൻട്രലൈസേഷൻ വഴി കേരളത്തിന് ഒരു ജനകീയ ആസൂത്രണം ഉൾപ്പെടെ ഏറെ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ചലഞ്ചസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദ റെലവൻറ്റ് ഏരിയാസ് ഓഫ് ഈ സെമിനാർ പേപ്പർ പ്രിപ്പയർഡ് ബൈ മിലാൻ ഓൺ ദ ടോപ്പിക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചലഞ്ചസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ മിലാൻ തയ്യാറാക്കിയ ഒരു ഗവൺമെൻറ്റിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ചലഞ്ചസുകൾ എന്തൊക്കെയാണെന്നുള്ള ടോപ്പിക്കിലൊരു സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിലെ പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. ചലഞ്ചസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തൊക്കെയാണ് ചലഞ്ചസ് എന്ന് പറയുന്നത്? വെൻ വി കംപ്ലീറ്റ് ദ ക്വാർട്ടർ സെഞ്ചുറി ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി ഹൈലൈറ്റിംഗ് ദ അച്ചീവ്മെൻറ്റ്സ് ഓൺലി, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഐഡൻറ്റിഫൈ ദ ലിമിറ്റേഷൻസ് ആൻഡ് ഡു വാട്ട് ഈസ് റിക്വയർഡ് ടു ആക്ട് മോർ എഫക്റ്റീവ്ലി. ദ മേജർ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ എന്താണ്, ഏകദേശം നമ്മൾ ഒരു ക്വാർട്ടർ സെഞ്ചുറി ഈ ഡീസെൻട്രലൈസേഷനിൽ കഴിഞ്ഞെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസും കൂടെയുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഫസ്റ്റ്, വെൻ എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്ലാൻ ഷെയർ ഈസ് നോട്ട് അവൈലബിൾ ഓൺ ടൈം. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് സമയത്ത് കിട്ടണം അല്ലേ, അങ്ങനെ കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട്. എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി. ആക്ച്വലി ഡീസെൻട്രലൈസേഷൻ ഒക്കെ ആണെങ്കിൽ പോലും അവിടെ അത് നടപ്പാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിലൊരു കാര്യം നടപ്പാക്കണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെയും പെർമിഷൻ കിട്ടണം. ചിലപ്പോൾ അങ്ങനെ കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. ദ ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗ്രാമസഭകളിലെ പാർട്ടിസിപ്പേഷൻ കുറവായത്. ഡിബ് ഇൻ പഞ്ചായത്ത്സ് ഓൺ റവന്യൂ ഇൻ ദ റൂറൽ സെക്ടർ. ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്. ഇപ്പോൾ അവിടെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ പഞ്ചായത്തിനും അനുസരിച്ചിട്ടാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറവ് വരുമ്പോഴും സംഭവിക്കാറുണ്ട്. ഇനാഡിക്വിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചറിലുള്ള കുറവ്. ഇപ്പോൾ ചില പഞ്ചായത്തുകളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്ങോ അല്ലെങ്കിൽ വേറെ അത്യാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ചസ് തന്നെയാണ്. ഇനി prepare a brief note on the local self-government institution to which you belong and present in the class. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് നോട്ട് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് ഐ ബിക്കം എ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർ ചെയർപേഴ്സൺ ഓഫ് ദ മുനിസിപ്പാലിറ്റി, മേയർ ഓഫ് ദ കോർപ്പറേഷൻ, പ്രസൻറ്റ് യുവർ ഐഡിയാസ് ഇൻ ദ ക്ലാസ്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു പഞ്ചായത്തിൽ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ മേയറോ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, ആ റോള് നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ ചെയ്യാനാണ് പറയുന്നത്. ഡെമോക്രസി ബിക്കംസ് മീനിങ് ഫുൾ വെൻ ദ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോൺസ്ട്രേറ്റീവ് പ്രോസസ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫുൾ ആവണമെങ്കിൽ അവിടെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കണം. ദിസ് എൻഷുർ ഡീസെൻട്രലൈസേഷൻ. ഇതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ എ പ്രോസസ് ദാറ്റ് അക്കോമഡേറ്റ്സ് ദ പീപ്പിൾ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. Therefore, it is essential to proceed further by facing or solving the challenges of decentralization to strengthen democracy. ഇപ്പം ഇതുകൊണ്ട് തന്നെ അധികാരം ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസുകളെ തരണം ചെയ്തുകൊണ്ടും അവ പരിഹരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അവിടെ ഡെമോക്രസി എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ആയിട്ട് മാറുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്നത് ചില ആളുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും സാധാരണക്കാരുടെ അല്ലെങ്കിൽ കോമൺ പീപ്പിളിൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കാതെ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറിച്ച് പറയുന്ന ഈ പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസും നോട്ട്സും ഒക്കെ കൂടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് നോട്ട്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത ചാപ്റ്ററായിട്ടുള്ള മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്നുള്ളതും നമുക്ക് ക്രിസ്മസ് എക്സാമിനുണ്ട്. അപ്പോൾ അതും എത്ര വേഗം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് കടക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.